2024 വയനാട്ടിലുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കേരള ഗവൺമെൻറ് നിർമ്മിച്ച് നൽകുന്ന ആ വീടുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇവിടെ വന്നപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ഏപ്രിൽ 2025 ഇതിന് പ്രൊജക്റ്റ് ഡ്യൂറേഷനായിട്ട് അവർ പറയുന്നത് 540 ദിവസമാണ് കേട്ടോ. ഏകദേശം 299 കോടിയാണ് ഇത്രയും വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ചിലവ് വരുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിലാണ്. ഏകദേശം 410ഓളം വീടുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടമെന്ന നിലയിൽ 178 വീടുകൾ പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറി കഴിഞ്ഞു. അതിൻ്റെ ചടങ്ങുകൾ 2026 ഫെബ്രുവരിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. വീടിൻ്റെ ഘടന എന്ന് പറയുന്നത് ഓരോ വീടും 7 സെൻറ്റ് ഭൂമിയിൽ ഏകദേശം 1000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 2 കിടപ്പ് മുറികൾ, അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ്. ഒരു ലിവിംഗ് റൂം, കിച്ചൺ, കോമൺ ബാത്റൂം, വാഷ് ബേസിൻ ഏരിയ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഒറ്റ നിലയിലാണെങ്കിലും ഭാവിയിൽ 2ാം നിലയിൽ പണിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ അടിത്തറയാണ് വീടുകൾക്ക് നൽകിയിരിക്കുന്നത്. കൽപ്പറ്റയിലെ എൽസൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് ഈ ഒരു മാതൃക ടൗൺഷിപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പദ്ധതി കേവലം ഒരു പാർപ്പിട സമുച്ചയമായല്ല ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്നത്, മറിച്ച് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മൈക്രോ സിറ്റി ആയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന പൊതുസൗകര്യങ്ങളെന്ന് പറയുന്നത് സ്കൂൾ, അംഗൻവാടി, ഹെൽത്ത് സെൻറ്റർ, ലൈബ്രറി, കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നിങ്ങനെയൊക്കെയാണ്. ഭൂഗർഭ വൈദ്യുതി ലൈനുകൾ, 14 കിലോമീറ്റർ നീളമുള്ള റോഡ് ശൃംഖല, കേന്ദ്രീകൃത മലിനജല സംസ്കരണ സംവിധാനം, വലിയ വാട്ടർ ടാങ്ക് എന്നിവയൊക്കെയാണ് ഇതിനോട് ചേർന്നിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. അതോടൊപ്പം തന്നെ വിനോദത്തിനായിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ജോഗിംഗ് ട്രാക്കും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. 2024 ജൂലൈ 30 ആ കറുത്ത രാത്രിയിൽ പ്രിയപ്പെട്ടവരുടെ നിലവിളികൾ ആ മണ്ണിൽ അമർന്നു പോയപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതി തളർന്നിരുന്ന ഒരു ജനതയുണ്ട് നമുക്ക് മുന്നിൽ. ഉറ്റവരുടെ ഓർമ്മകൾ ബാക്കിയായ ആ മണ്ണിൽ നിന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പടിയിറങ്ങിയ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും നമ്മുടെ പ്രിയപ്പെട്ടവർ. ആ രാത്രിയിൽ മണ്ണിനടിയിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വപ്നങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും പകരമാവില്ല ഇതൊന്നും എന്നറിയാം. എങ്കിലും ആ പഴയ ദുരന്തത്തിന് നിഴലില്ലാത്ത സുരക്ഷിതമായ ഈ പുതിയ വിലാസത്തിൽ അവർ വീണ്ടും ജീവിച്ചു തുടങ്ങട്ടെ.